3 തരത്തിലാണ് രോഗം സംഭവിക്കുന്നത്. ഒന്ന് മഗ്ഫിറത്തിന്റെ രോഗം. നമ്മൾ അത് വയസ്സാം കാലത്ത് മരണത്തോടടുത്ത സമയത്ത് അല്ലെങ്കിൽ മരണത്തിന്റെ തൊട്ട് മുമ്പ് ഒക്കെ സംഭവിക്കുന്ന രോഗം, ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ രോഗത്തിന്റെ വിഷമത്തിനാൽ പുറത്തു തരാൻ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ വരുന്ന രോഗം, അത് മഗ്ഫിറത്തിന്റെ രോഗമാണ്. മറ്റൊന്ന് പരീക്ഷണ രോഗം എന്ന് പറയാം, അല്ലെങ്കിൽ ദറജയിൽ വർധനവ് അള്ളാഹു ഉദ്ദേശിക്കുന്ന അമ്പിയാക്കൾ, ഔലിയാക്കൾ എന്നിവർക്ക് വരുന്ന രോഗം, സ്വാലിഹീങ്ങൾ. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരി 2ാം വള്ളിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. അതായത് ദറജ വർദ്ധിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ഇവിടെ കിടക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെടുന്ന ഒരാളാണ്, മനസ്സിലാക്കാം. അപ്പൊ എത്തരം മഹത്തുക്കൾക്ക് അവരുടെ സ്റ്റേജ് ഗ്രേഡ് ഇപ്പൊ പരീക്ഷ എന്തിനാ വെക്കണത്? പരീക്ഷ വെക്കണത് നീ വലിയ ആളായി എന്ന് ബോധ്യപ്പെടുത്താനാണ്, അല്ലാണ്ട് തോപ്പിക്കാനല്ല. അധ്യാപകർ തന്റെ വിദ്യാർത്ഥിക്ക് പരീക്ഷ വെക്കുന്നത് സ്ഥാനക്കയറ്റം കൊടുക്കാനാണ്, അല്ലാതെ സ്ഥാനത്തിൽ ഇറക്കം കൊടുക്കാനല്ല. സ്ഥാനക്കയറ്റം കൊടുക്കാനാണ് പരീക്ഷ. അപ്പൊ പരീക്ഷണ രോഗം സ്ഥാനക്കയറ്റം കൊടുക്കാൻ. നബി അയ്യൂബ് അലൈഹിസ്സലാമിനുണ്ടായതുപോലെ അവരുടെ നിലവിലുള്ള സ്ഥാനത്തിൽ വർധനവ്. എന്നാ പിന്നെ വേറൊരു രോഗമുണ്ട്, വേറെ ഒരിനം രോഗമുണ്ട്, അത് അദാബിന്റെ രോഗമാണ്. അപ്പൊ പരീക്ഷണത്തിന്റെ രോഗം, ശിക്ഷാരോഗം, മഗ്ഫിറത്തിന്റെ രോഗം. ഇസ്ലാമിക വൈദ്യശാസ്ത്രം അങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് രോഗം. എന്താ നമ്മൾ ചെയ്ത തെറ്റ്? നമ്മൾ ചെയ്ത തെറ്റിൽ ഒന്നാമത്തത് ഈ ശരീരത്തിൽ അല്ലാഹു നൽകിയ ഏറ്റവും വലിയ 2ാമത്തെ നിഅമത്താകുന്ന ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്തില്ല. ഒന്നാമത്തെ തെറ്റാണ്. വഅഫിനി ഫീമൻ ആഫൈത് വഅഫിനാ ഫീമൻ ആഫൈത്. ഇത് ദുആ ചെയ്യാൻ ഏറ്റവും അനുഗ്രഹീതമായ സമയമുണ്ട്. അത് സുബ്ഹിന്റെ നേരമാണ്. സുബ്ഹിന്റെ നേരത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയുമോ? നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ 2ാമത്തെ നിഅമത്തിൽ ബർക്കത്ത് നൽകപ്പെടുന്ന സമയമാണ്. സുബ്ഹ്. അപ്പൊ ഒരാൾ സുബ്ഹിൽ ഉണർന്നാൽ അയാൾക്ക് ആരോഗ്യത്തിൽ ബർക്കത്തുണ്ടാകുന്നു. ഈ ആരോഗ്യത്തിൽ ബർക്കത്തുണ്ടാകുന്ന സമയത്തൊരാൾ എന്ന് ദുആ ചെയ്താൽ ഉള്ള ശരീരത്തിന്റെ ശേഷി ഇയാൾക്ക് വർദ്ധിക്കും. നമ്മളെ അടുത്ത് സംഭവിച്ച ഏറ്റവും വലിയൊരു തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. സ്വന്തം ശരീരത്തോട് നമ്മൾ ചെയ്ത തെറ്റ് ഞാൻ പറയുകയാണ്. നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്തു പോയ ഏറ്റവും വലിയ തെറ്റ്, ചില ഭക്ഷ്യവസ്തുക്കൾ തിന്നുമ്പോ നമ്മൾ പറയും ഇത് ശരീരത്തിന് വലിയ ഗുണമുള്ളതാണ്, അത് നല്ല വർത്തമാനമാണ്, അങ്ങനെ പറയണം, പ്രോത്സാഹിപ്പിക്കണം, നല്ലതാ അല്ലേ? നമ്മൾ ചില നല്ല ഭക്ഷ്യവസ്തുക്കൾ, ഇപ്പൊ ഈത്തപ്പഴം തിന്നുകയാണ്, ഈത്തപ്പഴം നമ്മൾ തിന്നുക, ഇത് എല്ലിനും പല്ലിനും മുടിക്കും ഓർമ്മശക്തിക്കൊക്കെ നല്ല വസ്തുവാ എന്ന് പറയണത് നല്ലതാണ്. അല്ലേ നമ്മൾ ഏത്തപ്പഴം കഴിക്കാം, നേന്ത്രപ്പഴം കഴിക്കാം, നല്ല പഴുത്ത പാകമായ നേന്ത്രപ്പഴം കഴിക്കാം. ഇത് അസ്ഥി തേയ്മാന രോഗത്തിനൊക്കെ വലിയ ഫലം ചെയ്യും. അധ്വാനിക്കുന്നവർക്ക് ശരീരത്തിന്റെ മസിലുകൾക്ക് നല്ല പവർ നൽകും. ഹൃദയത്തിന്, അതിന്റെ പേര് തന്നെ ഹാർട്ട് ഫ്രൂട്ട് എന്നാ. നേന്ത്രപ്പഴം ഇവിടെ അങ്ങനെ പറയില്ലേ, നേന്ത്രപ്പഴം എന്ന് പറയില്ലേ? നേന്ത്രപ്പഴം, അതിനൊരു പേര് ഹാർട്ട് ഫ്രൂട്ട് എന്നാ, ഹൃദയപഴം. ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ കഴിവുള്ള പഴമാണ്. അപ്പൊ നേന്ത്രപ്പഴം നമ്മൾ കഴിക്കുന്നു. അപ്പൊ പറയണ നല്ല പഴമാണ്, ശരിയാണ്, നല്ലതാണ്. അപ്പൊ ശരീരത്തിന് സപ്പോർട്ടീവായ, ശരീരത്തിന് ഗുണപ്രദമായ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളത് പറയും. എന്നാൽ ഇതേ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമുണ്ടായിരുന്നു.
അത് നമ്മൾ വിട്ടുപോയി. എന്താണത്? ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി, ഈ വാക്ക് പറയണം. അത് അന്നേ ദിവസം കഴിക്കുന്ന 10 മരുന്ന് കഴിക്കുന്നതിനേക്കാൾ ഫലം ചെയ്യും. എത്ര പേര് പറയാറുണ്ട് എന്ന് അവര് സ്വയം മറുപടി പറയണം. ആരോട് പരസ്പരം പറയരുത്. ആരോഗ്യം വലിയ നിയമത്താണ്. പക്ഷെ എന്റെ ആളുകളിൽ അധിക ആളുകളും അതിനെ പാഴാക്കുന്നവരാണ്. ഞാൻ പറഞ്ഞ പ്രയോഗം ശ്രദ്ധിക്കണം. പാഴാക്കി കളയുന്നവരാണ്. ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ. പാഴാക്കി കളയുന്നവരാണ് നിങ്ങളാണ്. നിങ്ങളുടെ ആരോഗ്യത്തെ പാഴാക്കി കളയുന്നവർ നിങ്ങളാണ്. നിങ്ങളുടെ രോഗത്തിന്റെ ഉത്തരവാദി. ഞാൻ സാധാരണ എന്റെ രോഗികളോട് പറയാറുണ്ട്, നിങ്ങളുടെ രോഗം വിട്ടുമാറാത്തതിന്റെ കാരണം നിങ്ങൾക്ക് എന്തു കാരണത്താലാണ് രോഗം വന്നത് എന്നത് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ്. ശ്രദ്ധിക്കണം. ചില ആളുകൾ ചികിത്സിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ ചോദിക്കും, എത്ര കാലമായി? 18 വർഷമായി. അപ്പൊ ഞാൻ ചോദിക്കും, എന്തേ ചികിത്സിക്കാത്തത്? നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ ഉണ്ടല്ലേ അല്ലേ? 18 വർഷം മരുന്ന് കുടിച്ചിട്ട് സൂക്കേട് മാറണില്ലേ? പിന്നെന്ത് സൂക്കേടാണിത്? 10 കൊല്ലം മരുന്ന് കുടിച്ചിട്ട് സൂക്കേട് മാറണില്ല എന്ന് പറഞ്ഞാൽ ഈ ചികിത്സ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പിന്നെ മരുന്ന് കുടിക്കുക എന്നുള്ളത് മാത്രമാണോ? നിങ്ങളുടെ അറിവെന്താ നിങ്ങൾ ഉപയോഗപ്പെടുത്താത്തത്? നിങ്ങൾ പറയുന്നു ഇവിടൊക്കെ വലിയ വിദ്യാസമ്പന്നരായ ആളുകളുണ്ട് എന്നാ നിങ്ങളുടെ ഒക്കെ അഭിപ്രായം അല്ലേ? വിദ്യാഭ്യാസപരമായി പുരോഗതി ഉണ്ട് എന്നാണ് ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ പറയാം. ഞാൻ ചോദിക്കട്ടെ, കൊല്ലങ്ങളായി മരുന്ന് കുടിച്ചിട്ട് സൂക്കേട് മാറായിട്ട് നിങ്ങൾക്ക് പരാതിയില്ല? ഒരു പരാതിയില്ല. മരുന്ന് കിട്ടുന്നുണ്ടല്ലോ, അതന്നെ